നമസ്കാരം. ട്രംപിന്റെ താരിഫ് സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. യുക്രൈനിലെ ഒടുവിലത്തെ സംഭവവികാസം മുതൽ ഉഭയകക്ഷി അജണ്ടയിലെ പുരോഗതി വരെ സംസാര വിഷയമായി. എന്റെ സുഹൃത്ത് പ്രസിഡന്റ് പുടിനുമായി നല്ല വിശദമായ സംഭാഷണം നടത്തി. യുക്രൈനിലെ ഒടുവിലത്തെ സംഭവവികാസങ്ങൾ പങ്കുവച്ചതിൽ അദ്ദേഹത്തെ നന്ദി അറിയിച്ചു. ഉഭയകക്ഷി ചർച്ചയിലെ പുരോഗതിയും വിലയിരുത്തി. ഇന്ത്യ റഷ്യ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലുള്ളതാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഊട്ടിയുറപ്പിച്ചു. ഈ വർഷം പ്രസിഡന്റ് പുടിന്റെ ഭാരത സന്ദർശനത്തിൽ ആതിഥേയത്വം വഹിക്കുന്നതിനായി കാത്തിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. ക്രെംലിനിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി 24 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ അമേരിക്ക അധിക നികുതി ചുമത്തിയ പശ്ചാത്തലത്തിലാണ് പുടിന്റെ വരവ്. ഓഗസ്റ്റ് അവസാനത്തോടെ പുടിൻ എത്തുമെന്നാണ് സൂചന. നേരത്തെ റഷ്യ ട്രംപിന്റെ നടപടികളെ വിമർശിക്കുകയും വാണിജ്യ പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്ക് അവരുടെ വാണിജ്യ പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. റഷ്യയുമായുള്ള വാണിജ്യ ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങളെ നിർബന്ധിക്കുന്നത് അനധികൃതമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് അധിക താരിഫ് ചുമത്തിയതുപോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കെതിരെയും അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ അടുത്തയാഴ്ച ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ താരിഫ് യുദ്ധവും ട്രംപ് ആയുധമാക്കുന്നുണ്ട്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമാക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അജിത് ഡോവൽ മോസ്കോയിലെത്തിയത്. 3 വർഷം മുമ്പ് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും 2 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജൂലൈയിൽ 22ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി മോദി റഷ്യ സന്ദർശിച്ചിരുന്നു. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ പ്രസിഡന്റ് പുടിൻ സമ്മാനിച്ചിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെ കസാനിലെത്തിയപ്പോഴായിരുന്നു ഇരുവരും പിന്നീട് കണ്ടുമുട്ടിയത്. അതേസമയം അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവെക്കാൻ തീരുമാനിച്ചെന്ന റോയിട്ടേഴ്സ് വാർത്ത കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തള്ളി. ഇത്തരത്തിൽ വന്ന വാർത്തകൾ തെറ്റായതും കെട്ടിച്ചമച്ചതുമാണെന്ന് പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. നിലവിലുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ വിതരണം തുടരുകയാണ്. പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തയാഴ്ച വാഷിംഗ്ടണിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. എന്നാൽ യാത്ര റദ്ദാക്കിയതായി ഏതാനും ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ച് റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ ഈ മാസം അവസാനം ചൈന സന്ദർശിക്കാനിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈന സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. 7 വർഷത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത്. അതിനൊപ്പം അമേരിക്കയുടെ താരിഫ് ഭീഷണിക്കിടയിലാണ് സന്ദർശനമെന്നതും പ്രധാനമാണ്. അതിനിടെ ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടിയെ എതിർക്കുന്നതായി വ്യക്തമാക്കിയ ചൈന അമേരിക്കയുടെ താരിഫ് അതിക്രമം അനുവദിക്കാനാകില്ലെന്നും വ്യക്തമാക്കി. ടിയാൻജിൻ ഉച്ചകോടിയിൽ സൗഹൃദം ശക്തിപ്പെടുത്താനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവ ജിയാഗുൻ പ്രതികരിച്ചു. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് ചൈനയിൽ ISEO സമ്മിറ്റ് നടക്കുന്നത്. 20 രാജ്യങ്ങളാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾ. ഇവിടങ്ങളിൽ നിന്നെല്ലാമുള്ള ഭരണാധികാരികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇതിനു പുറമെ 10 അന്താരാഷ്ട്ര ഓർഗനൈസേഷനുകളുടെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നും ഗുവ അറിയിച്ചു. ഷാങ്ഹായ് സമ്മിറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമാണ് ചൈന ഇക്കുറി ലക്ഷ്യമിടുന്നത്.